അതായത് ഫുൾ ബോഡി മസാജ് ഒരു 500 രൂപ മുതൽ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത്രത്തോളം വെയിൻസ് തിക്കായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ചികിത്സിച്ചവരെല്ലാം പലരും ഇത് ഭേദമാവുന്നുണ്ടെന്ന് പറഞ്ഞാണ് വന്നത്. ഇപ്പം ഇതിൽ മാറ്റമുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് 150 രൂപ മുതൽ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വരുമ്പോൾ നല്ല പെയിൻ ആയിട്ടാണ് വന്നത്. കൈ പൊക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ഹാഫ് ഇപ്പം മുകളിലോട്ട് പൊക്കാൻ പറ്റും. ഇപ്പം എനിക്ക് കുഴപ്പമില്ല. ഞാൻ സ്റ്റെപ്പ് കയറി നടന്നു വരാം. ഒരു കുഴപ്പമില്ല. ഉപ്പൊന്നൂറ്റി ഉറപ്പിച്ച് തന്നെ കയറി വരാം. ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കേരളത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു അഫോർഡബിലിറ്റിയിൽ നമുക്ക് പഞ്ചകർമ്മ ചികിത്സ ചെയ്യാം എന്നുള്ളതാണ്. വേരിക്കോസ് ട്രീറ്റ്മെൻറ്റിന് നല്ലൊരു ഹോസ്പിറ്റൽ പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ നിങ്ങളൊരു ഹോസ്പിറ്റൽ പരിചയപ്പെടുത്താം. ഇത് കൊല്ലം കടക്കലാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ പേരെന്ന് വെച്ചാൽ ദേവകി എന്നാണ്. ഡോക്ടർ ലക്ഷ്മിയുടെ 20 വർഷമായിട്ട് വേരിക്കോസിൻ്റെ ഏത് സ്റ്റേജ് ആയാലും സുഖപ്പെടുന്ന ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങളിത് കൂട്ടിക്കൊണ്ട് പോകുന്നത്. നമുക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആളുകളുടെ അഭിപ്രായം ഈ ഹോസ്പിറ്റലിൽ എന്താണെന്ന് ചോദിക്കാം. ബാ കയറുക. നമ്മുടെ ഒപ്പം ഒരു പേഷ്യൻ്റ് ഉണ്ട്. ഇത് പേര് ഗിരിജാമ്മ എന്നാണ്. ഗിരിജാമ്മ ഈ വേരിക്കോസിന് എത്ര വർഷം അനുഭവിച്ചിട്ടുണ്ട് ഈ പ്രശ്നം? 10 വർഷമെങ്കിലും ഞാൻ ഈ വേദന അനുഭവിച്ചിട്ടുണ്ട്. 10 വർഷം? 10 വർഷം. എത്ര ഹോസ്പിറ്റലിൽ ഗിരിജാമ്മ പോയിട്ടുണ്ട്? ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് ഗുളിയൊക്കെ തരും. ഞാൻ വേദന കഴിഞ്ഞ് വരും. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ചെയ്തില്ല. പിന്നെ ഈ മേഡത്തിൻ്റെ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോഴത്തേക്ക് ഇവിടെ അഡ്മിറ്റ് ആവാനായിട്ട് ഒരു ദിവസം വന്ന് കണ്ടിട്ട് പോയതിന് ശേഷം ഇന്ന ദിവസം വരാൻ പറഞ്ഞു. അന്ന് വന്ന് അഡ്മിറ്റായി. 15 ദിവസം ഇവിടെ കിടന്ന് ഇവിടുത്തെ ഒരാഴ്ച നമുക്ക് കാലിൽ തൈലം ഇടക്കും എല്ലാം ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് എടുക്കാനുള്ളത്. ബ്ലഡ് എടുത്ത് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല ആശ്വാസമായി. അല്ലെങ്കിൽ എനിക്ക് ബാലൻസ്, ഷുഗറിന് ഞാൻ ഗുളിക കഴിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ബാലൻസ് ഇല്ല, തലമണ്ട പെരുപ്പ്. അപ്പോൾ തലമണ്ടയ്ക്ക് ഇതെന്ന് ഞാൻ മേഡത്തിനോട് പറഞ്ഞപ്പോൾ മേഡം നസീം ചെയ്തായിരുന്നു. അത് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെയാണ് ഫസ്റ്റിൽ അതാണ് ചെയ്യുന്നത്. അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല ആശ്വാസമായി. മനസ്സിനും നല്ല കുളിർമ കിട്ടി. കാരണം പ്രത്യേകിച്ച് എനിക്കിപ്പോൾ 56 വയസ്സായി. എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ ആരോടും പറയില്ല. പക്ഷേ പെട്ടെന്ന് ഈ മേഡത്തിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മൾ പോകാമെന്ന് വിചാരിച്ച്, എന്നിട്ട് എനിക്ക് ഇവിടെ ആയുർവേദം ആയതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ വന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വരാൻ നേരത്ത് വിഷമമായിരുന്നു. പക്ഷേ പോകാൻ നേരത്ത് ഈ കാലിൻ്റെ ഈ വേദനയും എല്ലാം നല്ല ആശ്വാസമായി. ആഴ്ചതോറും ഇപ്പം വന്ന് ബ്ലഡ് എടുക്കുകയാണ്. അതിലും ഞാൻ സംതൃപ്തയാണ്. പൊട്ടിട്ടുണ്ടായിരുന്നു അമ്മ വന്നപ്പോൾ? കാല് പൊട്ടിട്ടുണ്ടായിരുന്നു? കാല് പൊട്ടാറായി ഇരിക്കുകയായിരുന്നു. അത്രയ്ക്ക് ബൾജ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. ഏത് കാലൊക്കെ? 2 കാലിലും ഉണ്ട്. ഈ കാലിൻ്റെ ഈ പടം മൊത്തം ഇങ്ങനെ ചുറ്റിയിരിക്കുകയായിരുന്നു. ഇത് നല്ല വീർപ്പുണ്ടായിരുന്നു. അല്ലല്ല, ഇത് പാട് വന്ന് ഇരിക്കുന്നത് പൊട്ടാറായി നിൽക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്തതിന് ശേഷം ബ്ലഡ് കുത്തിയെടുത്തതിന് ശേഷം ഇവിടെയൊക്കെ അങ്ങ് താന്ന് ഇനി ഇങ്ങനെ കുറച്ച് ഭാഗമേ ഉള്ളൂ. ഇങ്ങോട്ട് കണ്ടേ, നേരത്തെ മൊത്തം പടച്ചു കിടക്കും. ഇപ്പുറത്തെ കാലം ഇതേപോലെ ഉണ്ട്. ഇവിടെയൊക്കെ അങ്ങ് ഒരുപാട് മാത്രം ട്രീറ്റ്മെന്റിലാണ് എനിക്കിത് കുറഞ്ഞത്. ഗിരിജാമ്മയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്വെള്ളൻ ആയിട്ടുള്ള, നമ്മൾ കാലായിട്ട് നമുക്ക് കാണത്തില്ല. ഈ വെയിൻസ് ആയിരുന്നു ഫുള്ള് നമുക്ക് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് വെയിൻസ് അതങ്ങ് കുറച്ച് ലിമിറ്റ് ചെയ്ത് അതിൻ്റെ ആ ഒരു സൈസൊക്കെ ഒന്ന് കുറഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. തള്ളി നമുക്ക് തന്നെ അറിയാം. ഇതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഭയങ്കര ഇതായിട്ട് ഒരു അസ്വാഭാവികത അതിനകത്ത് ഫീൽ ചെയ്യും കാല് കാണുമ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇപ്പം ഇത് കുറച്ച് നാൾ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് വേണ്ടുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോളോ അപ്പ് ആണ് ഇപ്പം അമ്മ നമുക്കിവിടെ വന്നിരിക്കുന്നത്. വരുമ്പോൾ ആ പെയിന് കാര്യങ്ങളൊന്നും തന്നെ ഇപ്പം ഇല്ല. എത്ര ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നോ? എനിക്കിപ്പോൾ മേഡത്തിനോട്ട് പോകാനും താല്പര്യമില്ല. എൻ്റെ കാലിൽ ഈ ബ്ലഡ് എടുത്ത് തീർന്നു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷം. വിസിക്ക് നന്നായി കുറവുണ്ട് ഇപ്പോൾ. എന്ത് പ്രശ്നമായിട്ടാണ് ചേട്ടനോട് വന്നത്? ആദ്യം വൈഫിന് വെരിക്കോസിൻ്റെ കുഴപ്പമായിട്ട് വന്നു. അതും സുഖമായിക്കൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ശ്വാസകോശം. അപ്പം മാഡം പറഞ്ഞ് ഇവിടുന്ന് മരുന്ന് കഴിച്ചതിൽ ഒരുപാട് സുഖമുണ്ട്. ശരിക്കും ഉണ്ടായിരുന്നു. ചുമയും ഉണ്ടായിരുന്നു. എത്ര കാലമായിട്ടുള്ള പ്രശ്നമാണിത്? 16 വർഷമായി. 16 വർഷമായിട്ട് ഉണ്ട്. 16 വർഷം കൊണ്ടുണ്ട്. നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്. വളരെ റീസെൻ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്ത ഒരു ശ്വാസരോഗി എന്ന് തന്നെയാണ് നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്. ഞാൻ അത്യാവശ്യം ഒരിടത്ത് ജോലിക്ക് പോകുന്നത് നിന്നുള്ള ജോലിയും കൂടെയാണ്. അപ്പോഴും എനിക്കിത് ബുദ്ധിമുട്ട് കൂടിയപ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബ് ചാനൽ വഴി മകൻ കണ്ടിട്ട് മരുമകളും പറഞ്ഞു ഇങ്ങനെ ഒരു ആശുപത്രി ഉണ്ട്, നല്ലൊരു ഡോക്ടറാണ് എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ചികിത്സിച്ചവരെല്ലാം പലരും ഇത് ഭേദമാവുന്നുണ്ടെന്ന് പറഞ്ഞാണ് വന്നത്. ഇപ്പം ഇതിൽ മാറ്റമുണ്ട്. ഡോക്ടറെ, ഇതും ആക്ച്വലി വേരിക്കോസിനല്ലേ? നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ആക്ച്വലി വേരിക്കോസിനൂടെ ഉള്ളത്? വെരിക്കോസ് വെയിന് മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലീച്ചിങ് ആണ്.
ലീച്ച് ഉണ്ടല്ലോ നമ്മുടെ അട്ട. അട്ട, അതെ അത് തന്നെയാണ്. അപ്പം അത് നമ്മൾ ആയുർവേദത്തിൽ ഈ അട്ടകളെ പല രീതിയിലൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സവിഷ, നിർവിഷ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ലീച്ചുകളുണ്ട്. ലീച്ച് ലെറ്റിംഗ് ആണ് മെയിൻ ട്രീറ്റ്മെൻറ്റ്. അനുശസ്ത്രങ്ങൾ കൊണ്ട് ചെയ്യുന്ന ചികിത്സ എന്ന് നമ്മൾ ആയുർവേദത്തിൽ പറയും. പിന്നെ ശസ്ത്രം കൊണ്ട് ചെയ്യുന്ന സിരാവേദം എന്നുള്ളത് നമ്മുടെ ആയുർവേദത്തിൻ്റെ മറ്റൊരു പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റിൽ തന്നെ വരുന്നതാണ് ഈ സിരാവേദം പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ്. അപ്പോൾ അത് അങ്ങനെയുള്ള ഈ രണ്ട് രീതിയിലാണ് ഈ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത്. ഈ വെരിക്കോസ് വെയിൻ നമ്മൾ പ്രധാനമായിട്ടൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ മെയിനായിട്ട് ലീച്ച് ലൈറ്റിങ്ങും സിരാവേദവുമാണ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ്. പിന്നെ അതിന് പൂർവ്വകർമ്മങ്ങളുണ്ട്. അതിന് ഈ ബോഡിയെ പ്രാപ്തമാക്കാനായിട്ട് നമ്മൾ നേരത്തെ ഞാൻ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ചെയ്യും. ഇത് നമ്മുടെ അടുത്തൊരു പേഷ്യൻ്റ് ഉണ്ട്. ഇത് വെരിക്കോസ് അല്ല, ഇതെന്താന്ന് നമുക്ക് ചോദിക്കാം. നടുവേദനയും കാലിന് വേദന. നല്ല പെയിൻ ആയിരുന്നു. നല്ല പെയിനായിരുന്നു. കാല് താഴെ കുത്താൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ ഇരിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇരിക്കുകയും ചെയ്യാം, കാലും താഴെ കുത്താൻ പറ്റും. 6 ദിവസം കൊണ്ടാണ് ഇപ്പം നമുക്ക് ആദ്യം വരുമ്പം കാല് താഴെ കുത്താൻ പറ്റാത്ത വേദനയായിരുന്നു. ഇപ്പം എനിക്ക് കുഴപ്പമില്ല. ഞാൻ സ്റ്റെപ്പ് കയറി നടന്ന് വരാം. ഒരു കുഴപ്പമില്ല. ഉപ്പൊന്നൂറ്റി ഉറപ്പിച്ച് തന്നെ കയറി വരാം. എത്ര കാലമായിട്ടുള്ള വേദന എന്ന് പറഞ്ഞത്? ഇത് വർഷങ്ങൾ തൊട്ടേ ഉണ്ട്. വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നം നമുക്കൊരു 6 ദിവസം കൊണ്ട്, അതായത് 6 ദിവസം കൊണ്ടാണ് ചേച്ചി അനുഭവിച്ച പ്രശ്നങ്ങൾ സോൾവ് ആയത്. ഇനിയും ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ വസ്തിയൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മുടെ ശോധന ചികിത്സയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ആദ്യം ഒരു സെക്ഷൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട്, അതായത് പഞ്ചാർമയുടെ പൂർവ്വകർമ്മ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വിരേചനമൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വസ്തി ചെയ്യുക. അപ്പോൾ വസ്തിയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നല്ല റിസൾട്ട് ആവും. അതുപോലെ മുട്ടിനകത്ത് ജോയിൻറ്റിനകത്ത് നമുക്കിപ്പോൾ ഫ്ലൂയിഡ് വരുന്ന തരത്തിലുള്ള, അതുപോലെ ഈ കാർട്ടിലേജിനസ് ഡാമേജ് മാറത്തക്ക തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമ്മോടൊപ്പം അടുത്തൊരു പേഷ്യൻ്റ് ഉണ്ട്, സാമേട്ടനാണ്. വരുമ്പോൾ അവസ്ഥ എങ്ങനെയാണ്? വരുമ്പോൾ നല്ല പെയിൻ ആയിട്ടാണ് വന്നത്. കൈ പൊക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ഹാഫ് ഇപ്പം മുകളിലോട്ട് പൊക്കാൻ പറ്റുന്നുണ്ട്. ഇല്ല, ഇത് പൊതുവെ നാട്ടിൽ വന്നപ്പോഴും അങ്ങനെയായിരുന്നു. ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, മുകളിലോട്ട് പോകത്തില്ല. ഇവിടെ വന്ന് റെഡിയായി. 10 ദിവസം കഴിഞ്ഞു. ആക്ച്വലി ഇത് എന്താ സംഭവിക്കുന്നത്? പൊതുവെ ഇപ്പം ആ ഒരു ജോലിയുടെ ഭാഗമാണ് ഈ വർക്ക്. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്താ ഇങ്ങനെ ഈ പെയിൻ ആകുന്നതും കൈ പൊക്കാൻ പറ്റുന്ന അവസ്ഥ വരുന്നത് എങ്ങനെയാണത്? അതെ, റൊട്ടേറ്റർ കഫിനെയൊക്കെ അഫക്ട് ചെയ്തിട്ട് നമുക്ക് ഈ എപ്പോഴും ഇത് തന്നെയല്ലേ അവരുടെ ജോലി, ചോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ ഒരു അങ്ങനെ വെച്ച് തന്നെ കൈ ഇങ്ങനെ പൊസിഷൻ ചെയ്ത് തന്നെ ഒരു സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെ അവിടെ വരുന്ന എഡിമാസ് വരാം നമുക്ക്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് വേണം ആ ഒരു ട്രീറ്റ്മെൻറ്റ് പോകാനായിട്ട്. നമ്മളിപ്പം നമ്മുടെ ദേവകി ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പഞ്ചകർമ്മ തിയേറ്ററിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട്, കേരളത്തിൽ എവിടെയും ഇല്ലാത്ത ഒരു അഫോർഡബിലിറ്റിയിൽ നമുക്ക് പഞ്ചകർമ്മ ചികിത്സ ചെയ്യാം എന്നുള്ളതാണ്. വെറും 500 രൂപയ്ക്ക് നമുക്ക് ഫുൾ ബോഡി മസാജ് ഉണ്ട്. മസാജിൻ്റെ കൂടെ സ്റ്റീം ബാത്ത് കൂടെ എടുക്കണമെങ്കിൽ 799 രൂപയുള്ളൂ. ഇതുപോലെ തന്നെയാണ് എല്ലാ പാക്കേജസും. നമുക്ക് വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫേഷ്യസ്, ആയുർവേദ ഫേഷ്യസ് 150 രൂപ മുതൽ നമുക്കിവിടെ ആരംഭിക്കുന്നുണ്ട്. ചോദിക്കുന്നേ, നീ ചോദിക്കൂലേ? അല്ല, സ്പെഷ്യൽ ചിൽഡ്രൻ്റെ എല്ലാ ടൈപ്പിലുള്ള കുട്ടികളും വരുന്നുണ്ട്. ചിലർക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഉള്ള കുട്ടികൾ, സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സ് ഒക്കെ ആകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അവർക്ക് ചില ചില്ലറ അഡിക്ഷൻസ് ഒക്കെ വന്നിട്ടൊക്കെയുള്ള ഒക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ മാനേജ്മെൻറ്റ്, ആയുർവേദത്തിൽ നല്ല മാനേജ്മെൻറ്റ് ആട്ടോ ഇതിനൊക്കെ ഉള്ളത്. ഇത് നമ്മുടെ കുറച്ച് കോസ്മെറ്റിക് പ്രോഡക്ട്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ടച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബേബി ഓയിലാണ്. ഇത് നമ്മുടെ കാച്ചെണ്ണ. ഇത് പണ്ടേ ഉള്ള പ്രോഡക്റ്റാണ്. ഫ്രം 2006 ഓൺവേർഡ്സ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് കാച്ചെണ്ണ. പഴയ പാക്കിംഗ് ഇതുവരെ മാറ്റിയിട്ടുകൂടിയില്ല. ഹെയർ ഗ്രോത്തിന്, അതുപോലെ നരയ്ക്ക്, അതുപോലെ ഡാൻഡ്രഫിനൊക്കെ പറ്റിയ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണിത്. ഇത് നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ഇത് എല്ലാത്തരം സ്കിൻ ടെക്സ്ചേഴ്സിന് യൂസ് ചെയ്യാം. മാത്രമല്ല നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലും ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. ഇത് നമ്മുടെ ഫെയർനെസ് ഫേസ് പാക്കാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്ട്സ് എല്ലാം, ഇപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ പ്രോഡക്ട്സും 300 രൂപയുടെ താഴെയാണ് ഇതിൻ്റെ പ്രൈസ് എന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആണ്. അത് നേരത്തെ പറയാത്തൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം 299 രൂപയുടെ പ്രോഡക്ട്സ് ആണ്. ഇതിനകത്ത് കുറച്ച് വിലയുള്ള പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫെയർനെസ് ക്രീമുണ്ടും പിന്നെ മെലാസ്മയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരു ക്രീമുണ്ട്. അത് മാത്രമേ വില കൂടുതലുള്ള പ്രോഡക്ട്സ് നമുക്കുള്ളൂ. ബാക്കിയെല്ലാം 299 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതും ഫെയർനെസ് ജെല്ലാണ്. ഇതെല്ലാം ഒരു പ്രീമിയം പാക്കിങ്ങിലും ഒരു പ്രീമിയം പ്രോഡക്ട്സുമാണ്. പക്ഷേ വില എല്ലാം 299 ആണ് വരുന്നത്. നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ആക്ച്വലി നമുക്ക് ഇവിടെ ഉള്ളത്? ഇത് ശരിക്കും പറഞ്ഞാൽ ദേവകി ആയുർവേദിക്സ് എന്ന് പറയുന്നത് നമ്മൾ 2005 നമ്മുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തുടങ്ങി. ഇന്ന് കറക്റ്റ് നമുക്ക് 22 ഇയേഴ്സ് 22 വർഷം ആയിട്ടുള്ളൊരു ദിവസവും കൂടാണ്. അതായത് 2005 ഏപ്രിൽ 14 തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി നമുക്ക് ഇന്നിപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഒരു 36 ബെഡ് ഹോസ്പിറ്റലായിട്ട് തന്നെയാണ്. ഇവിടെ AC ആൻഡ് നോൺ AC റൂംസ് ഉണ്ട്. അതുപോലെ വാർഡുണ്ട്. അപ്പോൾ എല്ലാ കാറ്റഗറിയിലുള്ളവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഹോസ്പിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് പ്രധാനമായിട്ടുള്ള നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുട്ടുവേദന, നടുവേദന. മെയിൻ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരിക്കോസ്
പെയിൻ്റെ സ്പെഷ്യാലിറ്റി കണ്ടല്ലോ, അതാണ് നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റി. പിന്നെ അതിൻ്റെ കൂടെ മുട്ടുവേദന, നടുവേദന, അതുപോലെ തന്നെ വന്ധ്യതാ ചികിത്സ. പിന്നെ പ്രധാനമായും നമ്മളിപ്പോൾ ഒരു റിസർച്ച് ഓറിയൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മളെ ഏറ്റവും അലട്ടുന്ന ഒരു കാര്യം, ഒരു ട്രീറ്റ്മെൻറ്റ് ഏറ്റവും ഫെയിലിയർ ആവാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ്. കാരണം കോസ് നമുക്ക് അൺനോൺ ആയിരിക്കും, നമുക്ക് എങ്ങനെ ആ കണ്ടീഷൻ വൈസ് നമുക്ക് ട്രീറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പക്ഷേ അപകടകരമല്ലാത്ത മരുന്നുകൾ കൊണ്ട് ആയുർവേദത്തിലൂടെ നമുക്ക് സേഫ് ആയിട്ട് അവരുടെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകാം. ലിവിങ് വിത്ത് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്ക് ആണ്. അത് നമ്മൾ ആയുർവേദത്തിലൂടെ സുരക്ഷിതമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പഞ്ചകർമ്മ ചികിത്സ. ഇനിയിപ്പോൾ പഞ്ചകർമ്മയുടെ മറ്റൊരു അഡ്വാൻസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ പഞ്ചകർമ്മ തെറാപ്പിസ്റ്റുകളുടെ ഒരു കോഴ്സൊക്കെ നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ബാച്ച് നമ്മൾ ജൂണിൽ ആരംഭിക്കുന്നുണ്ട്. മിനിമൽ ഫീസിൽ നമുക്ക് കേരളത്തിലകത്തും പുറത്തും സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് എവിടെയാണെന്നാണ് ഞാൻ അടുത്ത് അറിയേണ്ടത്, കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞെടുക്കാവോ? ഇത് സ്ഥലം വരുന്നത് കറക്റ്റ് ഇത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്, എന്നാലും തിരുവനന്തപുരം കൊല്ലം ഇൻ ബിറ്റ്വീൻ ആണ് ഈ സ്ഥലം വരുന്നത്. കൊല്ലം സൈഡിൽ നിന്ന് വരുന്നവർക്ക് നിലമേൽ വന്നിട്ട് ടേൺ ചെയ്യാം. കടയ്ക്കൽ എക്സാക്ട് സ്ഥലം എന്ന് പറഞ്ഞാൽ കടയ്ക്കലാണ്. കടയ്ക്കൽ ജംഗ്ഷനിൽ തന്നെയാണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത്. പഞ്ചായത്ത് ഓഫീസിൻ്റെയൊക്കെ വളരെ അടുത്തായിട്ടാണ് ഈ ഹോസ്പിറ്റൽ. റോഡ് സൈഡിൽ തന്നെയാണുള്ളത്, മെയിൻ റോഡ് സൈഡാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ താഴെക്കാൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ആ നമ്പറിൽ വിളിച്ചാൽ കിട്ടും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.